ദ ഷോപ്പ് ഈസ് ഓപ്പൺ. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ്. ഏതാണ് ഇതിനകത്ത് കറക്റ്റ്? ചില ആളുകൾക്ക് ഒരു സംശയമാണ്. ചില ആളുകൾ പറയും ദ ഷോപ്പ് ഈസ് ഓപ്പൺ ആണ് കറക്റ്റെന്ന്. ചില ആളുകൾ പറയും ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ആണ് കറക്റ്റെന്ന്. അപ്പോൾ നമുക്ക് അത് ഏതാണ് കറക്റ്റ്, ഇനി രണ്ടും കറക്റ്റാണോ, ഇതൊക്കെ നമുക്ക് നോക്കാം. ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഷോപ്പ് തുറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന്. ദ ഷോപ്പ് ഈസ് ബിഗ്, ഷോപ്പ് വലുതാണ്. ദ ഷോപ്പ് ഈസ് നീറ്റ്, ഷോപ്പ് നീറ്റാണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ. നോക്കൂ, ബിഗ്, നീറ്റ് എന്നൊക്കെ പറയുന്ന ഷോപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. അതൊരു അജക്റ്റീവാണ്. ബിഗ്, നീറ്റ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു അജക്റ്റീവാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ആ തുറന്ന ഒരവസ്ഥയാണ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ആ കറൻറ്റ് സ്റ്റേറ്റ് എന്താണ് ആ ഷോപ്പിൻ്റെ എന്നതാണ് പറയുന്നത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പോയി വാങ്ങാം. ഇപ്പോൾ അത് ഓപ്പൺ ആണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ. ആ ഷോപ്പ് തുറന്നിരിക്കുകയാണോ എന്ന് ചോദിക്കില്ലേ, അപ്പോൾ നമുക്ക് പറയാം ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന്. ഇനി ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ്. ഓപ്പൺ അല്ല, ഓപ്പൺഡ്. അത് എന്താണ്? അതും കറക്റ്റ് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഓപ്പണിങ്, തുറക്കുക എന്ന ഒരു ആക്ഷൻ, ഒരു വേർബാണ് അവിടെ. അത് ഓപ്പൺഡ് എന്നത് ഓപ്പൺ എന്ന വേർബിൻ്റെ ഒരു തേർഡ് ഫോമാണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ഷൻ, ഓപ്പണിംഗ് എന്ന ഒരു ആക്ഷൻ കംപ്ലീറ്റായി, ആക്ഷൻ കംപ്ലീറ്റഡ്. ഓപ്പൺഡ് എന്നത് ഒരു വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അത് അപ്പോൾ അവിടെ വേർബിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ഷോപ്പ് തുറക്കപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തുറക്കാറുണ്ട്. ചിലപ്പോൾ അത് ഓണറായിരിക്കും, അതല്ലെങ്കിൽ ആരെങ്കിലും അതിന് ഉത്തരവാദപ്പെട്ട ആളുകളായിരിക്കാം. ഷോപ്പ് എല്ലാ ദിവസവും തുറക്കാറുണ്ട്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എവറി ഡേ. പക്ഷേ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫ്രം 9 AM to 5 PM എന്ന് പറഞ്ഞാൽ അതൊരു തുറന്ന ഒരവസ്ഥയിലായിരിക്കും. 9 AM തുടങ്ങി 5 PM വരെ. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ബൈ ദ ഓണർ എവറി മോർണിംഗ്. ഷോപ്പിൻ്റെ ഓണർ എല്ലാ ദിവസവും, എല്ലാ മോർണിംഗിലും ഷോപ്പ് തുറക്കാറുണ്ട്. അതാണ് ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ബൈ. അതുകൊണ്ട് ബൈ ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അത് ഓണറാണ് തുറക്കുന്നത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ്, ഷോപ്പ് തുറക്കപ്പെടാറുണ്ട് ബൈ ദ ഓണർ എവറി മോർണിംഗ്. അവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് എന്ന ഒരു മീനിങ് ആണ്, വേർബിനാണ് ഇമ്പോർട്ടൻസ്. ദ ഓണർ ഓപ്പൺസ് ദ ഷോപ്പ് എവറി മോർണിംഗ് എന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എവറി മോർണിംഗ് ബൈ ദ ഓണർ എന്ന് പറയുന്നത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. സൺഡേയ്സ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫോർ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി ഷോപ്പ് തുറന്നിരിക്കും, തുറന്ന ഒരവസ്ഥയിലായിരിക്കും. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ബൈ ദ ന്യൂ ഓണർ. പുതിയ ഓണർ കട തുറക്കാറുണ്ട് എന്നാണ്. കട തുറക്കപ്പെടാറുണ്ട് ബൈ ദ ന്യൂ ഓണർ. പാസീവ് വോയിസ് സെൻറ്റൻസ്, അവിടെ ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ഓൺലി ഓൺ വീക്ക് ഡേയ്സ്. വീക്ക് ഡേയ്സിൽ മാത്രമേ കട തുറക്കപ്പെടാറുള്ളൂ എന്നാണ്. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ്, അവിടെ ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ആ സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടൻസ്. അതേസമയം ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. എപ്പോഴും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്നാണ്.